ഹായ് ചങ്കേളെ, എല്ലാവർക്കും മർഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഒരു പപ്പയ്ക്കറിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ വ്യത്യസ്തമായ രീതിയിൽ പപ്പയ്ക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പപ്പയ്ക്കയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വരാം. ഇപ്പൊ ഇതാ ഇതേ വലിപ്പത്തിന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു മൺചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ഗ്യാസ് കത്തിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒട്ടും കുറയ്ക്കരുത്, 2.5 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം, ഒട്ടും കൂടുതലല്ല. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പയ്ക്ക് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് അതിനെ ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പൊ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. പപ്പയ്ക്കൊക്കെ ഒരു ഹാഫ് വേവില് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ നിന്ന് അത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പപ്പയ്ക്ക് മുഴുവനും കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു 8 പീസ് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഇളക്കിയെടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ കോരിയെടുക്കണം. നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുക്കും പോലെ അത്ര ചെറുതായിട്ടൊന്നും തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി അത്യാവശ്യം വലിപ്പത്തിന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഒരു 5-6 വെളുത്തുള്ളി നെടുവേ പൊളന്നതും കൂടെ ചേർത്ത് അതിനെ ഒരു ബ്രൗൺ കളറായി വറുത്ത് കോരിയെടുക്കാം. നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ബ്രൗൺ കളറാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഗ്രേവിയുടെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് 10 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതും കോരിയെടുക്കാം. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടായി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് മുഴുവനും കോരിയെടുത്തതിന് ശേഷം അതങ്ങോട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അത് ചൂടാറുന്ന സമയത്ത് അതേ എണ്ണയിൽ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം സവാളയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ആ മുളക് പൊടിയിലെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾ വറുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് വറുത്തെടുക്കുമ്പോൾ കരിയാതെ വറുത്തെടുക്കാൻ പറ്റും. ഇപ്പൊ മുളക് പൊടിയൊക്കെ നല്ല പോലെ വറുത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അതിനെയും വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. മൺചട്ടി ആയതുകൊണ്ട് ചൂട് പെട്ടെന്ന് പിടിക്കും. മല്ലിപ്പൊടിയുടെ പച്ച മണമൊക്കെ മാറി വരുന്ന സമയത്ത് മീഡിയം സൈസിലെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിനെ നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും
വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം. നിങ്ങൾക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം. ഞാൻ കുറച്ചുള്ളത് കൊണ്ടാണ് ചെറിയ ജാറിലേക്ക് ഇത് മാറ്റിയത്. ഇപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാലയിൽ കിടന്ന തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പ് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജാറിലിരിക്കുന്നതിനും കൂടെ കിട്ടാൻ വേണ്ടി 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറവ് വരുന്ന വെള്ളവും കൂടെ ഒരല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറിക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് 2 പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ എരിക്കനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ. ഇനി നല്ലപോലെ ഒന്ന് അതിനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് അതിനൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് 5 മുതൽ ഒരു 12 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് ഗ്രേവിയൊക്കെ തിളപ്പിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മൂടിയൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. സമയം കുറച്ചധികമായാലും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഈ ഗ്രേവി തിളപ്പിച്ചെടുക്കേണ്ടത്. എന്നാലേ ആ കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഒരു 2 കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി നല്ലപോലെ ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിന് ഒരു പപ്പയ്ക്കക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കഴിക്കാൻ. നിങ്ങളെ മനസ്സിൽ പോലും ചിന്തിക്കാത്തതാണ് പപ്പയ്ക്ക വെച്ചൊരു ഇങ്ങനെ ഒരു കറി. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി വെച്ചതിന് ശേഷം ആ ഗ്രേവിയൊക്കെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കറിയൊക്കെ നല്ലപോലെ തണുത്ത് റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ നോക്കിയേ, കാണാനെന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ പപ്പയ്ക്ക കറി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കടുവറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. കടുവറുക്കാതെ ചേർത്താലും അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെയുടെയും ചപ്പാത്തിയുടെയും ദോശയുടെയും എന്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ പപ്പയ്ക്ക കിട്ടുമ്പോൾ ഇനി എന്നും ഇങ്ങനെയേ തയ്യാറാക്കി കഴിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മോഫിൻ. ബൈ ബൈ.